ഹായ് ഹലോ വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. എഗെയിൻ ഇറ്റ്സ് ആൻ അൺബോക്സിങ് വീഡിയോ എന്നാണ് പറയാൻ വന്നതെങ്കിലും ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല. ഇതൊരു റിയലൈസേഷൻ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അങ്ങനെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, APOയുടെ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും ആണ്. ഞാൻ ഈ വർഷം ആദ്യം എഴുതിയ എക്സാമാണ് അസിസ്റ്റൻറ്റ് പ്രസിഡൻറ്റ് ഓഫീസറിൻ്റേത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അല്ല, എല്ലാ എക്സാം കഴിയുമ്പോഴും വിചാരിക്കും നെക്സ്റ്റ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരണമെന്ന്. അങ്ങനെ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ സിലബസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ കവർ ചെയ്യാൻ നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ക്ലാസ്സാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ആസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ, അങ്ങനെ ഒട്ടുമിക്ക ക്ലാസ്സുകളും, എനിക്ക് പേര് ഞാൻ എല്ലാം ഓർക്കുന്നില്ല, ബട്ട് കുറേ ക്ലാസ്സുകൾ, കുറേ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ റിവിഷൻ ക്ലാസ്സസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഒരുവിധം സെറ്റായി എക്സാം ഹോളിൽ പോയി. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് പണി കിട്ടിയത് മുന്നേ പഠിച്ച കാര്യങ്ങളൊന്നും റിവിഷൻ അധികം ചെയ്യാത്തത് കൊണ്ട് എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ പോലും ചിലതൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ അത് റിവിഷൻ്റെ പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ മുന്നേ എക്സാം എഴുതുന്ന സമയത്തൊന്നും വേറെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് 2026 എക്സാമിൻ്റെ ഒരു ചാകര തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ സമയത്ത് അധികം ടഫല്ലായിരുന്നു, സിമ്പിൾ എക്സാമൊക്കെ തന്നെയായിരുന്നു. അപ്പം അവിടെ ബാക്കി കുറച്ച് സമയം നമുക്ക് ഒഴിവ് കിട്ടുമല്ലോ. ആ സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ എന്തൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയതാണ്, ഒരു ദിവസം SCERTയുടെ ഒരു ചാപ്റ്റർ, NCERTയുടെ ഒരു ചാപ്റ്റർ, ഡെയിലി ഒരു PYQ, പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഒരു ടോപ്പിക്ക്, സിലബസിൽ നിന്നാണ് ഒരു ടോപ്പിക്ക്. അപ്പം SCERT ഫിനിഷ് ചെയ്യാനും NCERTയ്ക്കും ഞാൻ അപ്ഗ്രേഡ് PSCയുടെ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ PYQ ചെയ്യാൻ വൊക്കാബ്സ്പീഡിയയിൽ സ്ഥിരം അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നുണ്ട്. മാത്രമല്ല പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ വൺ ടോപ്പിക്, അത് നമുക്ക് റാങ്ക് ഫയലും യൂട്യൂബ് ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്ത് വീഡിയോസൊക്കെ ഇടണമെന്ന് ഞാൻ അവിടെ ക്ലാസ്സിലിരുന്നത് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഉഴപ്പിക്കഴിഞ്ഞാൽ ഈ വർഷവും നമ്മളിങ്ങനെ ജോലിയില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇനി ഈ ചാനലിലൂടെ PSC പരമായിട്ടുള്ള കണ്ടൻറ്റും കൂടി ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടി തുടങ്ങിയൊരു ചാനലിലാണ്, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അങ്ങ് കുറഞ്ഞു പോയി. ബട്ട് ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ ബൈ.